ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗണേഷ് കുമാർ, GST ടാക്സ് പ്രാക്ടീഷണർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരെ ആരും തന്നെ ഇല്ല. എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ. നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വേദനിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടോ പ്രയാസപ്പെടുന്നത് കൊണ്ടോ എന്തെങ്കിലും ഫലം നമുക്ക് കിട്ടുമോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ കൂടി കൂടി വരികയും നമുക്ക് ശരീരം താറുമാറായി പോവുകയും നമ്മൾ തന്നെ മാനസികമായി പ്രശ്നങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്നതുമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുക. അത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് ഈസ് ഫുൾ ഓഫ് പ്രോബ്ലമാണ്. പക്ഷേ എല്ലാ പ്രോബ്ലവും പെർമനൻ്റ് അല്ല. ചില പ്രോബ്ലങ്ങൾ നമുക്ക് ടെമ്പററിയാണ്. ഈ പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രോബ്ലങ്ങളെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം, പ്രോബ്ലങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുക. ഈ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മനസ്സിൽ ഒരു കോൺഫിഡൻറ്റ് വേണം. ആ കോൺഫിഡൻറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ആലോചിച്ച് നോക്കുക, ഒരു മൊബൈൽ ഫോൺ, ഒരു ഐഫോണോ ആപ്പിൾ ഫോണോ എന്ത് ഫോണോ ആകട്ടെ, ആ മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിൽ ആ ഐഫോണോ ആപ്പിൾ ഫോണോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു കോൾ പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ ചാർജ് നിൽക്കുമ്പോൾ ആ മൊബൈലിന് അപ്പോഴാണ് പവർ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഒരു കോൺഫിഡൻറ്റ് കിട്ടും. പക്ഷേ ഈ പോസിറ്റീവ് എനർജി ഞാൻ പറഞ്ഞു, ഈ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയാൽ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഈ പോസിറ്റീവ് എനർജി നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക. അവിടെ നിന്ന് നമുക്ക് കിട്ടും പോസിറ്റീവ്. പിന്നെ നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ ദിവസവും എൻജോയ് ചെയ്യുകയും ഹാപ്പി ചെയ്യുകയും ചെയ്യുക. ഹാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു ചെറിയ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒരു ഹാപ്പി, നമ്മുടെ ഒരു മൈൻഡ് ഹാപ്പി ആയിരിക്കുക. ഈ ഹാപ്പിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത്. പോസിറ്റീവ് എനർജി കിട്ടുമ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്നു. കോൺഫിഡൻറ്റ് കിട്ടുമ്പോൾ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുമ്പോൾ പ്രോബ്ലങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പ്രോബ്ലങ്ങൾ തീരുകയാണ്. സിമ്പിൾ ലോജിക് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ വേദനിക്കുകയല്ല വേണ്ടത്, ഹാപ്പി ആയിരിക്കുക. ഹാപ്പി ആയിരുന്നാൽ തീർച്ചയായും നമ്മുടെ പല പ്രശ്നങ്ങളും തീരും. ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.